ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് 3 മെന്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരു മെന്റർ എന്നുള്ളത് ബാംഗ്ലൂരില് ഒരു IT കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. മറ്റൊരു മെന്റർ എന്നുള്ളത് ഒരു മെഡിറ്റേഷൻ സെന്ററില് ഒരു മെഡിറ്റേഷൻ ടീച്ചർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു 18 വർഷം സറണ്ടർ ആയിട്ട്, കല്യാണമൊന്നും കഴിക്കാണ്ട് സറണ്ടർ ആയിട്ട് നിൽക്കുന്ന ഒരു മെഡിറ്റേഷൻ ടീച്ചർ ആയിരുന്നു. മറ്റൊരാള് എന്നുള്ളത് ഒരുപാട് ബുക്ക് സ്റ്റോളുകൾ റൺ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇവര് 3 പേരും അക്ഷയുടെ 19ാമത്തെ വയസ്സിലെ മെന്റേഴ്സ് എന്നുള്ള രീതിയിൽ പറയുമ്പോ ഇവര് 3 പേരും 10, 30, 40 പേരിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു IT കമ്പനി റൺ ചെയ്യുന്ന ഈ ഒരു വ്യക്തിയും, ഒരു സ്പിരിച്വൽ ടീച്ചർ ആയിട്ടുള്ള ഈ ഒരു വ്യക്തിയും, ഒരു ബുക്ക് സ്റ്റോൾ റൺ ചെയ്യുന്ന ഈ ഒരു വ്യക്തിയും എനിക്ക് കോമൺ ആയിട്ട് ഒരു അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇവര് എനിക്ക് തന്നിട്ടുള്ള പല അഡ്വൈസുകളിലും വേരിയേഷൻ എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ അഡ്വൈസ് എന്നുള്ളത് മാത്രം ഇവരെല്ലാവരുടെ വായിൽ നിന്ന് കോമൺ ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയോ? അക്ഷയ്, നീ നിന്റെ 26 വയസ്സ് ടച്ച് ആവുന്നത് വരെ ഒരിക്കലും നീ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു പെണ്ണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് നീ പോകരുത്. മറ്റൊരു വിമണുമായിട്ടുള്ള ഒരു എമോഷണൽ ഫിസിക്കൽ കണക്ഷന് വേണ്ടിയിട്ട് നീ പോയേക്കരുത്. ഇന്ന് എൻ്റെ കോളേജ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, എന്നെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള, എന്നെക്കാളും സൂപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന പല ഫ്രണ്ട്സിനെയും ഞാനിങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ച് കമ്പനി ബിൽഡ് ചെയ്തു, കുറെ യൂട്യൂബ് ചാനൽസ് ബിൽഡ് ചെയ്തു, കുറെ അവർക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന പലരും ടീമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇവർ അറിയുന്ന സമയത്ത് എൻ്റെ പല ഫ്രണ്ട്സും, എൻ്റെ സീനിയേഴ്സും, എൻ്റെ നാട്ടിലുള്ള, അതായത് എൻ്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സും, എൻ്റെ കോളേജിലെ എൻ്റെ ക്ലാസ്മേറ്റ്സും എന്നോട് കോമൺ ആയിട്ട് പറയുന്ന ഒരൊറ്റ കാര്യമാണ്. എന്താണെന്ന് അറിയോ? അക്ഷയ്, നീ റിലേഷൻഷിപ്പില് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് നീ നേടി എടുത്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നിനക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ഞാനിത് പറയുന്നത് കാരണം ഞാൻ എന്നുള്ളത് റിലേഷൻഷിപ്പിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരുത്തനല്ല കേട്ടോ. ഇന്നത്തെ കാലത്തുള്ള ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള എൻ്റെ 26 വയസ്സ് വരെയാണ് എന്നോട് എൻ്റെ മെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏജ് കാറ്റഗറിക്ക് മുൻപുള്ള കാര്യമാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫില് ഞാനൊരു ബിസിനസ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ലോസ് ചെയ്തായിരുന്നു. ആ സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയോ? എൻ്റെ മെന്റേഴ്സ് എന്നോട് പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എൻ്റെ 24ാമത്തെ വയസ്സില്, അല്ലെങ്കിൽ 23 വയസ്സ് കഴിഞ്ഞ് ഒരു 24ന്റെ തുടക്കം ഞാൻ ചെറുതായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പില് പുറത്ത് ആകാശം ഇടിഞ്ഞു വീണാലും താങ്ങി നിർത്താനുള്ള പവർ എനിക്കുണ്ട് എന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. പക്ഷെ ഇവള് മുഖം തിരിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവള് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നോട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്നെ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ലൈഫിൽ എനിക്ക് കോമൺ ആയിട്ട് ലഭിച്ചിട്ടുള്ള ഒരു അഡ്വൈസ് ആണ് ഇത്. നമ്മളെ ആൺപിള്ളാരുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെ തവളകളെ പോലെയാണ്. തവളയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു തവള എന്നുള്ളത് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 100 ഡിഗ്രി നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളം എന്നുള്ളത് ഉണ്ടായിരുന്നു. ഈ തവളനെ തൂക്കിയിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടു. ആ തവള സ്പോട്ടിൽ ചാടി, അപ്പുറത്ത് ചാടി. ദെൻ അടുത്ത അതേ വ്യക്തികൾ തന്നെ അതേ തവളനെ എടുത്തിട്ട് വേറൊരു കാര്യം ചെയ്ത്, ഇതിപ്പോ 100 ഡിഗ്രി സെൽഷ്യസ് നല്ല തിളനിലയിലുള്ള വെള്ളം, ഇതല്ലാതെ വേറെ ഒരു ജാറിൽ കൊണ്ടുപോയിട്ട്, ഇവിടെ 0 ഡിഗ്രി അല്ലെങ്കിൽ ചൂടൊന്നുമില്ല, ഇവിടെ ഇത് ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത്, ഇതിൽ കൊണ്ടുപോയിട്ട് ഈ തവളനെ കൊണ്ടുപോയി ഇട്ടു. ഈ തവള എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിയിൽ കംഫേർട്ട് ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. നല്ല സുഖമായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി 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 ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കാനായിട്ട് തുടങ്ങി. ആ തവളക്കുള്ള ആഹാരവും 1-2 കുറച്ച് ആഹാരങ്ങളും ഒക്കെ അതിൽ ഇട്ടു കൊടുത്തു. എന്നിട്ട് ഇവര് ചെയ്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ?
പതിയെ 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 ഇതിലേക്ക് ചൂട് കൊടുക്കാൻ തുടങ്ങി. ഇതിന്റെ ചൂട് എന്നുള്ളത് 0 ഡിഗ്രിയിൽ നിന്ന് പതിയെ 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു, പതിയെ 7 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു. തവളയുടെ ശരീരവും മൈൻഡും ഒക്കെ അതുമായിട്ട് പതിയെ 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 സെറ്റ് ആവുന്നുണ്ടായിരുന്നു. പതിയെ 8 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു, പതിയെ 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു, പതിയെ 12 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 80 to 90 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം അറിയോ? ആ തവള ഏത് തവളയാണോ ഇതിനകത്തിട്ടപ്പോൾ സെക്കൻഡിൽ തന്നെ ചാടി പുറത്തു പോയത്, ആ തവള എന്നുള്ളത് ചാടാനുള്ള ശ്രമം പോലും നടത്താതെ അതിനകത്ത് കിടന്ന് ആ ചൂട്ടിൽ കിടന്ന് മരിക്കുന്നുണ്ടായിരുന്നു. ഒരു മൊമെന്റിൽ സ്പോട്ടിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്നുള്ളത് വരികയാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് ചാടും. അതിനുള്ള കഴിവ് നിനക്കുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ നിന്റെ ലൈഫിൽ നിനക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് അങ്ങനെയല്ല വരിക. തവളയെ എങ്ങനെയാണോ ഒരു നോർമൽ ആയിട്ടുള്ള അധികം ചൂടില്ലാത്ത ഒരു സാധാരണ തവളയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അതിനുള്ള ആഹാരവും ഇട്ട് കൊടുത്തിട്ട് പതിയെ 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 ചൂടാക്കി തവളനെ കൊണ്ട് അത് ചൂട് തന്നെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ എടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ എന്താണോ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലും പല ഇൻസിഡൻസ് വരുന്നുണ്ടാവുക. ഇതിനാണ് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കണം എന്നുള്ള കാര്യം പറയുന്നത്. നമ്മളുടെ 26, 27 ഈ ഒരു വയസ്സിലും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാരേജ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്തും നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ വരുമാന മാർഗമായിട്ട് എന്താണ് ഉള്ളത് എന്നുള്ളതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. കാരണം എൻ്റെ എല്ലാ മെന്റേഴ്സും എന്നോട് കോമൺ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം അതാണ്, അക്ഷയ് എന്ന് ആ ഒരു വാക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ചോ ആ പീരിയഡിലാണ് എനിക്കൊരു ഡൗൺഫോൾ എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആൺപിള്ളേര് എന്നുള്ളത് എമോഷണലി ഭയങ്കരമായിട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന ഒരു കാറ്റഗറി ആയിരിക്കാം. സോ ഒന്നുകൂടി പറയാണ്, ചൂസിങ് ദ റൈറ്റ് പാർട്ട്ണർ എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻറ്റ് തിങ്.